ബ്ലഡി മേരി. ഒരു വലിയ ബംഗ്ലാവിനകത്ത് രാത്രി പെട്ടെന്ന് ലൈറ്റെല്ലാം ഓഫായി പോയി. വെളിയിൽ കൊടുങ്കാറ്റുപോലെ വീശിക്കൊണ്ടിരുന്ന കാറ്റ് അവിടുത്തെ ശാന്തത നശിപ്പിച്ചുകൊണ്ടിരുന്നു. ആ കൂരിരുട്ടിൽ ആരോ നടക്കുന്ന ശബ്ദം. വീണ്ടും ആ ശബ്ദം വീണ്ടും വേഗത്തിൽ കേൾക്കാൻ തുടങ്ങി. ഒരു വലിയ പഴയ കതക് വലിയ ശബ്ദത്തോടെ പതുക്കെ തുറന്നു. ഒരു സുന്ദരിയായ പെൺകുട്ടി കയ്യിൽ കത്തുന്ന മെഴുകുതിരിയുമായി അവൾ ഒരു മുറിയെ നോക്കി നടക്കുന്നു. അവൾ അവിടെ വഴിയിൽ കണ്ട മെഴുകുതിരികളും കത്തിച്ചുകൊണ്ടുപോയി. അവളുടെ മുഖം വളരെ ശാന്തമായിരുന്നു. അവൾ കണ്ണാടിയുടെ അടുത്തുള്ള 4 മെഴുകുതിരികളും കത്തിച്ചുകൊണ്ടുപോയി. റൂമിനുള്ളിൽ 2 യുവാക്കളും ഒരു യുവതിയും സോഫയിൽ ഇരിക്കുന്നു. എല്ലാവരും ആ പെണ്ണിനെ വളരെ ശ്രദ്ധിച്ചു നോക്കി. ആ പെണ്ണിന്റെ പേര് റോസ്ലിൻ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണോ? സോറി ഫോർ ട്രബിൾ. ഇവിടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകും. ഹായ് റോസ്ലിൻ, ഞങ്ങൾ സുഖമായിരിക്കുന്നു. നിങ്ങൾക്ക് സുഖമാണോ? സുഖമാണ്. നിങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ? നോട്ട് അറ്റ് ഓൾ. നല്ല ഇൻട്രസ്റ്റിംഗ് പ്ലേസ് ആണിത്. ഇറ്റ്സ് വണ്ടർഫുൾ. ഇവിടം വളരെ ശാന്തമാണ്. ലുക്സ് വെരി ഡേഞ്ചറസ്. കാട്ടുമൃഗങ്ങളുടെ ശബ്ദങ്ങളും കേട്ടുകൊണ്ടേയിരിക്കുന്നു. റോസ്ലിൻ, നിങ്ങൾക്കിവിടെ താമസിക്കാൻ പേടിയില്ലേ? ആദ്യമൊക്കെ ഉണ്ടായിരുന്നു, എന്നാൽ ഇപ്പോൾ ഇല്ല. ഇപ്പോൾ എനിക്കിതെല്ലാം ശീലമായി. ഇപ്പോൾ എനിക്ക് കാട്ടുമൃഗങ്ങളുടെ ശബ്ദങ്ങളും ഇഷ്ടമായിട്ടുണ്ട്. ഇതിനിടയിൽ കാടിനുള്ളിൽ മൃഗങ്ങളുടെ ശബ്ദം വളരെ ഭയങ്കരമായി കേട്ടുകൊണ്ടിരുന്നു. എന്താ ഇവിടെ പ്രേതവും പിശാചുമൊക്കെ ഉണ്ടായിരിക്കുമോ? എന്താ പ്രേതവും പിശാചുമോ? ഐ ഡോണ്ട് ബിലീവ്. എനിക്ക് തോന്നുന്നത് നീ ഇതിനു മുൻപേ ബ്ലഡി മേരിയുടെ പേര് കേട്ടിരിക്കില്ല. അതെ, ആ ബ്ലഡി മേരിയുടെ കഥ ആർക്കാ അറിയാത്തത്? എല്ലാവർക്കും അറിയാം. ബ്ലഡി മേരിയെ കുറിച്ച് ഞാനും ഒരുപാട് കേട്ടിട്ടുണ്ട്. എങ്ങനെ കേട്ടിട്ടുണ്ടെന്നാൽ 2 ക്യാൻഡിൽ കത്തിച്ചിട്ട് അത് മിററിന്റെ അടുത്ത് വെച്ചിട്ട് 3 തവണ നമ്മൾ ആ ബ്ലഡി മേരിയെ വിളിച്ചു കഴിഞ്ഞാൽ ആ ബ്ലഡി മേരി നമ്മുടെ അടുത്ത് ഉടനെ വരുമത്രേ. അങ്ങനെയൊന്നുമില്ല, എല്ലാം നുണയാ. ദിസ് ഓൾ റബ്ബിഷ്. സാറാ, ബ്ലഡി മേരിയുടെ കഥ സത്യമാ. അവൾ വളരെ ആപത്തായ പ്രേതമാണ്. ഇപ്പോഴും അവളുടെ പേര് കേട്ടാൽ പേടിക്കാത്തവരില്ല. ഇതെല്ലാം നുണയാ. ഈ ലോകത്ത് പ്രേതവും പിശാചും ഒന്നുമില്ല. ജനങ്ങളുടെ അന്ധവിശ്വാസമായത്. ഞാൻ എൻ്റെ കണ്ണിൽ കാണുന്നിടം വരെ ഇത് വിശ്വസിക്കില്ല. ഒരു ദിവസം നീ ഉറപ്പായും വിശ്വസിക്കും. നൈറ്റ് ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം റോസ്ലിനും സാറയും 2 പേരും റൂമിലേക്ക് വന്നു. അവരുടെ 2 ഫ്രണ്ട്സും മറ്റൊരു റൂമിലും ഉറങ്ങുന്നു. റോസ്ലിൻ, സാറ 2 പേർക്കും ഉറക്കമേ വന്നില്ല. സാറ, നിനക്കുറക്കം വരുന്നില്ലെങ്കിൽ ബ്ലഡി മേരിയെ ഒന്ന് വിളിച്ചു നോക്ക്. ഈ ലോകത്തില്ലാത്തവർ ഞാൻ വിളിച്ചാൽ എങ്ങനെ വരാനാ? ആ വിശ്വാസം നിനക്കുണ്ടെങ്കിൽ നിനക്ക് വിളിച്ചു നോക്കാമല്ലോ. അങ്ങനെ പറഞ്ഞ് റോസ്ലിൻ മുകളിലേക്ക് കയറിപ്പോയി. സാറ റൂമിൽ തനിച്ചുറങ്ങിക്കൊണ്ടിരുന്നു. കാട്ടുമൃഗങ്ങളുടെ ശബ്ദം വീണ്ടും കേട്ടുകൊണ്ടിരുന്നു. സാറയും എഴുന്നേറ്റ് കണ്ണാടിയുടെ മുൻപിൽ പോയിരുന്നു. അവൾ കത്തിക്കൊണ്ടിരുന്ന മെഴുകുതിരിയിലേക്ക് നോക്കി. അവൾ എല്ലാ വശത്തേക്കും നോക്കാൻ തുടങ്ങി. പിന്നെ അവൾ പെട്ടെന്ന് ആലോചിച്ചു. എന്നിട്ട് കണ്ണാടിയുടെ മുൻപിൽ വന്നിരുന്നു. സാറ കുറച്ചു നേരം ആലോചിച്ചിരുന്നു. ബ്ലഡി മേരി, ബ്ലഡി മേരി ചിന്തിച്ചുകൊണ്ടിരുന്നു. കുറച്ചുനേരം ശാന്തമായിരുന്നു. അവൾ 4 വശത്തും നോക്കിക്കൊണ്ടിരുന്നു. അപ്പോഴവിടെ പെട്ടെന്നൊരു ശബ്ദം. ടേബിളിന്റെ മുകളിലുണ്ടായിരുന്ന ജഗ്ഗും ഗ്ലാസും താഴെ വീണിരിക്കുന്നു. സാറ ആ വശത്തേക്ക് തന്നെ നോക്കിയിരുന്നു. അപ്പോൾ ആരോ വരുന്നത് പോലെ തോന്നി.
പെട്ടെന്ന് നോക്കുമ്പോൾ അവിടേക്കൊരു പൂച്ച കയറി വന്നു. പിന്നെ ഓടിപ്പോയി. സാറയ്ക്ക് അപ്പോഴാണ് ജീവൻ തിരിച്ചു കിട്ടിയത്. എന്നിട്ട് കുറെ നേരം ആലോചിച്ചിരുന്നു. എല്ലാ വശങ്ങളിലും വളരെ ശാന്തമാണ്. സാറ മനസ്സിനുള്ളിൽ ചിരിച്ചുകൊണ്ടേയിരുന്നു. ഒരുപാട് നേരം വരെയും ഈ നിശബ്ദതയും അവിടെ ഉണ്ടായിരുന്നു. കാടിന്റെ ഉള്ളിൽ നിന്നും കാട്ടുമൃഗങ്ങളുടെ ശബ്ദം കേട്ടുകൊണ്ടേയിരുന്നു. അപ്പോൾ സാറയ്ക്ക് തോന്നി റോസ്ലിൻ മുകളിൽ നിന്നും താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്നുവെന്ന്. അതിനുശേഷം പിന്നെയും നിശബ്ദമായി. അതിനുശേഷം വവ്വാൽ പിന്നെ മൂങ്ങയുടെ ശബ്ദവും കേൾക്കുന്നുണ്ട്. കുറെ സമയങ്ങളായി ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. അപ്പോൾ സാറ വിചാരിച്ചു ബ്ലഡി മേരിയുടെ കഥയെല്ലാം വെറുമൊരു കെട്ടുകഥയാണെന്ന്. പക്ഷേ ഇതെന്താ? പെട്ടെന്ന് കണ്ണാടി ആടാൻ തുടങ്ങി. അതിനുള്ളിൽ നിന്നും ശബ്ദങ്ങളും കേൾക്കുന്നു. ഇത് കണ്ട് സാറ പേടിച്ചു വിറച്ചു. അവൾക്ക് അലറാൻ തോന്നി. എന്നാൽ അവളുടെ വായിൽ നിന്നും ഒരു വാക്കുപോലും വെളിയിൽ വന്നതേയില്ല. തനിച്ചായിരുന്നതിനാൽ സാറ ഒരുപാട് പേടിച്ചു. അപ്പോൾ അവൾ കണ്ടു കണ്ണാടിയിൽ ഒരു ഭയങ്കരമായ രൂപത്തെ. ആ രൂപത്തിന്റെ 2 കൈകളും അവളുടെ കഴുത്തിനു നേരെ വന്നു. സാറ ആ കൈകളെ തടയാൻ ഒരുപാട് ശ്രമിച്ചു. എന്നാൽ ആ കൈകൾ അവളെ ഞെരിച്ചുകൊണ്ടേയിരുന്നു. അവൾ എങ്ങനെയൊക്കെയോ അവിടെ നിന്നും രക്ഷപ്പെട്ട് അവിടെ നിന്നും ഓടാൻ തുടങ്ങി. അതിനിടയിൽ അവൾ വീണു. എന്നാൽ പിന്നെയും എഴുന്നേറ്റോടാൻ തുടങ്ങി. ബ്ലഡി മേരിയുടെ രൂപത്തിൽ അവളുടെ മരണം അവളെ പിന്തുടർന്നുകൊണ്ടേ വന്നു. വീശുന്ന കാറ്റിനേക്കാൾ ആ പ്രേതത്തിന്റെ ശബ്ദം അവിടെ ഭയങ്കരമായി കേട്ടുകൊണ്ടേയിരുന്നു. സാറ ഓടിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഓടി അവളൊരു റൂമിനുള്ളിൽ പോയി. ആ റൂമിനുള്ളിൽ പോയി അകത്തു നിന്നും അവൾ ആ കഥ കടച്ചു. അതിനുശേഷം അവൾ അവിടെ മയങ്ങിയും വീണു. അവളുടെ റൂമിന്റെ കതകിൽ ആരോ ശബ്ദത്തിൽ തട്ടിക്കൊണ്ടേയിരുന്നു. കതകിൽ മുട്ടുന്ന ശബ്ദം ഉറക്കെ കേട്ടുകൊണ്ടേയിരുന്നു. ആ ശബ്ദം എങ്ങനെയെന്നാൽ കതക് തല്ലി പൊളിക്കുന്നത് പോലെയായിരുന്നു. വളരെ ഭയങ്കരമായ ശബ്ദം കേട്ടുകൊണ്ടേയിരുന്നു. എന്തോ ഭയങ്കര സംഭവം നടക്കുന്നത് പോലെ അത് സൂചിപ്പിച്ചു. അപ്പോൾ റോസ്ലിൻ മുകളിൽ നിന്നും താഴേക്ക് വന്നു. അവൾ അവിടെയുള്ള ബ്ലഡി മേരിയെ കണ്ടുമുട്ടി. ബ്ലഡി മേരിയുടെ നോട്ടവും റോസ്ലിന്റെ മുകളിൽ വീണു. റോസ്ലിനും കണ്ടുപേടിച്ച് അവിടെ നിന്നും ഓടാൻ തുടങ്ങി. ബ്ലഡി മേരി റോസ്ലിനെയും പിന്തുടർന്നു കൊണ്ടേ പോയി. റോസ്ലിന്റെ 2 ഫ്രണ്ട്സും എപ്പോൾ ഇത് കണ്ടോ അപ്പോൾ മുതൽ അവർ പേടിച്ച് വിറയ്ക്കാൻ തുടങ്ങി. അവർ 2 പേരും റൂമിനുള്ളിൽ പോയി അകത്തു നിന്നും കതകടച്ച് അവിടെ തന്നെ ഇരുന്നു. അവരുടെ റൂമിന്റെ കതകും ആരോ ശബ്ദത്തിൽ തട്ടിക്കൊണ്ടേയിരുന്നു. ഞങ്ങൾ കതക് തുറക്കില്ല. ആരെങ്കിലും ചാകാൻ വേണ്ടി കതക് തുറക്കുമോ? നീ മിണ്ടാതിരിക്കേ. പെട്ടെന്ന് കതക് തുറക്ക്. എടാ, ഇത് റോസ്ലിന്റെ ശബ്ദമാ. വേഗം കതക് തുറന്നടയ്ക്ക്. നീ തന്നെ തുറന്നേക്ക്, എനിക്ക് പേടിയാ. റോസ്ലിന്റെ ഒരു കൂട്ടുകാരൻ റോസ്ലിനെ വെളിയിൽ നിന്നും അകത്ത് വരുത്തി. പിന്നെ കതകും അടച്ചു. സാറ എവിടെ? എനിക്കറിയില്ല. ഈ ബ്ലഡി മേരി ഇപ്പോൾ ആരാ ഇവിടെ വിളിച്ചത്? ഇവിടെ ഇരുന്നാൽ നമ്മുടെ ജീവൻ തന്നെ നഷ്ടമാകും. എനിക്കെന്ത് തോന്നുന്നാൽ സാറയായിരിക്കും ബ്ലഡി മേരിയെ വിളിച്ചത്. അതായിരിക്കും ബ്ലഡി മേരി നമ്മളെ പേടിപ്പിക്കുന്നത്. എന്നാൽ നമ്മൾ എങ്ങനെ ഇപ്പോൾ രക്ഷപ്പെടും? ഞാൻ ഫാദർ ആന്റണിക്ക് കോൾ ചെയ്ത് വരാൻ പറയാം. റോസ്ലിൻ ഫാദർ ആന്റണിക്ക് കോൾ ചെയ്ത് വരാൻ പറഞ്ഞു. അതിനുശേഷം കുറച്ചു നേരത്തിനുള്ളിൽ ഫാദർ ആ ബംഗ്ലാവിലേക്ക് വന്നു. അദ്ദേഹം ബംഗ്ലാവിനുള്ളിൽ വന്ന് ആ ഹോളിൽ വന്ന് നോക്കിയപ്പോൾ ബ്ലഡി മേരി റോസ്ലിന്റെ ഫ്രണ്ട് സാറയെ കൊല്ലാനുള്ള ശ്രമത്തിൽ ഏർപ്പെട്ടിരുന്നു. സാറയുടെ ജീവൻ ഇപ്പോൾ അപകടത്തിലാണ്. അപ്പോൾ ഫാദർ ആന്റണി തന്റെ കയ്യിലുള്ള ക്രോസ് എടുത്ത് ബ്ലഡി മേരിക്ക് കേൾക്കുന്ന രീതിയിൽ ഉറക്കെ പറഞ്ഞു, ബ്ലഡി മേരി, നിർത്ത്. സാറയെ വിട്ട് പോ. അവൾ നിനക്ക് ദ്രോഹമൊന്നും ചെയ്തില്ല. അവളെ വിട്ട് നീ അകന്നു പോ. നിന്നെ വിളിച്ചതാരാ? നീ ഇവിടെ നിന്നും പോയേ പറ്റൂ. വീണ്ടും പറയുന്നു, പോ ദൂരെ. ഫാദർ പറയുന്നത് കേട്ട് ബ്ലഡി മേരി സാറയെ വിട്ടു. അവൾ അവിടെ ഭയങ്കരമായ ശബ്ദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു.
ബ്ലേഡി മേരി ഗോ അവേ. ബ്ലേഡി മേരി കുറച്ചായി മറയാൻ തുടങ്ങി. അവളുടെ വായിൽ നിന്നും ശബ്ദങ്ങൾ ഇപ്പോഴും കേട്ടുകൊണ്ടേയിരുന്നു. അതിനുശേഷം കുറച്ചു നേരത്തിനുള്ളിൽ അവൾ മുഴുവനായും മറഞ്ഞുപോയി. എല്ലാ വശങ്ങളിലും ഒരേ പുകമയമായിരുന്നു. സാറ പതുക്കെ കഷ്ടപ്പെട്ടെഴുന്നേറ്റ് കണ്ണു തുറന്നു നോക്കി. അതിനുശേഷം ഓടി വന്ന് റോസ്ലിനെ കെട്ടിപ്പിടിച്ചു.